ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഫയൽസ് എങ്ങനെ ഒക്കെ നമുക്ക് വ്യൂ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡേറ്റ എങ്ങനെയൊക്കെ നമുക്ക് പ്രോപ്പർലി വ്യൂ ചെയ്യാം. അതായത് നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ നമുക്ക് ഫയൽസ് എങ്ങനെ വ്യൂ ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ ഫയൽ കണ്ടൻസ് എങ്ങനെയൊക്കെ നമുക്ക് വ്യൂ ചെയ്യാമെന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടതാണ്. അതായത് നമ്മൾ ക്യാറ്റ് എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് ഫയലിൻ്റെ കണ്ടൻസ് റീഡ് ചെയ്യാം. അതേപോലെ നമുക്ക് ഈ 2 എഡിറ്റേഴ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതായത് നാനോ, വിം എന്ന് പറയുന്ന 2 എഡിറ്റേഴ്സ് നമ്മൾ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഫയൽ കണ്ടൻസ് വ്യൂ ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ സോർട്ട് എന്ന് പറയുന്ന ടെക്നിക്ക് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കമ്മിങ് ടു വ്യൂയിങ് ഡേറ്റ, അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഏലിയാസസ് ഞാൻ പഠിപ്പിച്ചപ്പോഴത്തേക്കും നിങ്ങൾ അതിനകത്ത് ഞാൻ -rc എന്ന് പറയുന്ന ഒരു ഫയലിനെ പറ്റി പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ -rc ഫയൽ നമുക്കൊന്ന് ബേസിക്കലി -rc ഫയൽ എന്താണ്, നമ്മളെ ഷെല്ലിൻ്റെ ഒരു എൻവയറമെൻറ്റ് ഫയലാണ്. ഓക്കെ .rc എന്ന് പറയുന്ന ഫയൽ. ഓക്കെ, അത്യാവശ്യം കണ്ടൻസ് ഉള്ള ഒരു ഫയലാണ് അല്ലേ. ഇത് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കണ്ടൻസ് ഇതിനകത്തുള്ളതായിട്ട് കാണാൻ പറ്റും. ബേസിക്കലി നമ്മൾ ഈ സോഴ്സ് കോഡ് പോലത്തെ ഫയൽസൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ എപ്പോഴും റെക്കമെൻഡഡ് വേ എന്ന് പറയുന്നത് എഡിറ്റേഴ്സ് വെച്ച് ഓപ്പൺ ചെയ്യാമെന്നുള്ളതാണ്. കാരണം നമുക്ക് എഡിറ്റേഴ്സിൽ കുറച്ച് എൻഹാൻസ്ഡ് ആയിട്ടുള്ള നാനോ .rc. ഓക്കെ, ഒരുപാട് കളർ കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ട്. ബേസിക്കലി അത് നിങ്ങളുടെ ഫയൽസിന് മാത്രമേ നിങ്ങൾ അപ്പ് ആരോ ഡൗൺ ആരോ കാണിക്കുമ്പോൾ ഫയലിലുള്ള കണ്ടൻറ്റുകൾ മാത്രമേ അതിന് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അല്ലാതെ നമ്മൾ അപ്പ് ആരോ ഡൗൺ ആരോ അടിക്കുമ്പോൾ നമുക്ക് പ്രീവിയസ് ഹിസ്റ്ററിയിലുള്ള കമാൻഡ്സ് ഒന്നും അതിനകത്ത് വരത്തില്ല. ഓക്കെ, അതുപോലെ ഈ കളർ കോമ്പിനേഷനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഫയലിലെ കണ്ടൻസ്, നമ്മുടെ കോഡ്, എന്തെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ നമുക്ക് എഡിറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ പറ്റും. ഓക്കെ, പക്ഷേ ലോഗ് ഫയൽസ് അല്ലെങ്കിൽ കോൺഫിഗറേഷൻ ഫയൽസൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്. ഓക്കെ, സപ്പോസ് നമുക്ക് ഈ -rc ഫയലിൽ വെച്ച് തന്നെ നമുക്കൊന്ന് നമ്മുടെ ഈ വ്യൂയിങ് കമാൻഡ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ബേസിക്കലി വ്യൂയിങ് കമാൻഡ്സ് അല്ല, ബേസിക്കലി ഇതിനെ പേജിങ് കമാൻഡ്സ് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റിലൊക്കെ പോകുമ്പോഴത്തേക്കും ഒരുപാട് കണ്ടൻസ് അല്ലെങ്കിൽ ഒരുപാട് കണ്ടൻസൊക്കെ ഉള്ള, അതായത് ടാബുലർ ഡേറ്റയൊക്കെ ഉള്ള ഒരു വെബ്സൈറ്റിലേക്ക് പോകുമ്പോൾ അതിനകത്ത് ഈ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണും. ഈ നെക്സ്റ്റിൽ അടിക്കുമ്പോൾ നിങ്ങൾ അടുത്ത കുറച്ച് സെറ്റ് ഓഫ് ഡേറ്റാസ് വരും, വീണ്ടും നെക്സ്റ്റ് അടിക്കുമ്പോൾ അടുത്ത സെറ്റ് ഓഫ് ഡേറ്റാസ് വരും. അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലത്തെ ഫീച്ചേഴ്സ് നിങ്ങൾ കമാൻഡ്സിലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കുറേ കമാൻഡ്സിനാണ് ഈ പേജിങ് കമാൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ -rc എന്ന് പറയുന്ന ഫയൽ എനിക്ക് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് വ്യൂ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ലെസ് എന്ന് പറയുന്ന ഒരു കമാൻഡുണ്ട്. ലെസ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉപയോഗിച്ചിട്ട് ഞാൻ .rc ഫയൽ ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ എനിക്ക് വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ കണ്ടോ, ഇവിടെ എനിക്കൊരു കോളൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ കോളൻ എൻ്റെ അവിടെ വന്നിട്ട് നിങ്ങൾ ഡൗൺ ആരോ അടിച്ചു കഴിഞ്ഞാൽ ലൈൻ ബൈ ലൈൻ നിങ്ങൾക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് ഓരോ ഡൗൺ ആരോയിലും നിങ്ങൾക്ക് ലൈൻ ബൈ ലൈന് പ്രോപ്പറായിട്ട് വ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, യൂഷ്വലി നമ്മൾ ഇതേപോലെ സോഴ്സ് കോഡ് ഫയൽസ് എപ്പോഴും എഡിറ്റേഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ ഈ ലോഗ് ഫയൽസൊക്കെ വ്യൂ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ലെസ് എന്നൊക്കെ പറയുന്ന കമാൻഡ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുന്നത്. അതാകുമ്പോൾ ലൈൻ ബൈ ലൈന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് ലോഗ് ഫയൽസ് വ്യൂ ചെയ്യാനും അതേപോലെ കോൺഫിഗറേഷൻ ഫയൽസിൻ്റെ ഓരോ ലൈൻ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ ഈ പേജിങ് കമാൻഡ്സ് നമുക്ക് ഒരുപാട് ഉപയോഗപ്പെടും. ഓക്കെ, ഈ ലെസ് മാത്രമല്ല, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പേജിങ് കമാൻഡ്സ് നമുക്ക് അതായത് നിങ്ങൾക്കിപ്പോൾ ലെസ് എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ കോളൻ്റെ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നല്ലോ. അതായത് നിങ്ങൾക്കിപ്പോൾ ഡൗൺ ആരോ അപ്പ് ആരോ മാത്രമേ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൽ നിന്ന് നിങ്ങൾക്കൊന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് Q അടിച്ചാൽ മതി. Q എന്ന് പറയുന്ന ലെറ്റർ അടിച്ചാൽ മതി. നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്ത് നിങ്ങളുടെ ടെർമിനൽ സെഷനിലേക്ക് നിങ്ങൾക്ക് തിരിച്ച് പോകാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ലെസ് എന്ന് പറയുന്ന കമാൻഡ് ഉണ്ട്. അതേപോലെ നിങ്ങൾക്കൊരു ഫയലിൻ്റെ ടോപ്പ്, അതായത് ആ ഫയലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു 10 വരികൾ കണ്ടാൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലൈൻസ് കണ്ടാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ഓപ്ഷനുണ്ട്. ഓപ്ഷനല്ല, ഒരു കമാൻഡുണ്ട്, ഒരു പേജിങ് കമാൻഡുണ്ട്. അതിൻ്റെ പേരാണ് ഹെഡ് എന്ന് പറയുന്ന കമാൻഡ്. ഓക്കെ, ഹെഡ് തല. ഓക്കെ, ഈ ഹെഡ് എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് -rc എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ബൈ ഡീഫോൾട്ട് അത് ടോപ്പ് 10 ലൈൻസാണ് ബൈ ഡീഫോൾട്ട് ഹെഡ് കമാൻഡ് തരുന്നത്. ഓക്കെ, നിങ്ങൾ ഹെഡ് കമാൻഡ് കൊടുത്തു കഴിഞ്ഞിട്ട്
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പ് 5 ലൈൻസ് മാത്രം നിങ്ങൾക്ക് ഉണ്ട്. ഹെഡ് ഡാഷ് എന്ന്, അതായത് എന്നെന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, റോസ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ലൈൻസ്. ഓക്കെ, അങ്ങനെ വായിച്ചെടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെഡിൻ്റെ മാൻ പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് റോസ് എന്നായിരിക്കും കാണുന്നത്. ബേസിക്കലി നിങ്ങൾ റോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട. ബേസിക്കലി അതൊരു നമ്പർ ഓഫ് ലൈൻസ്, ഒരു ഫയലിലെ നമ്പർ ഓഫ് ലൈൻസ് ആണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ 5 ലൈൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഞാൻ ഫയൽ നെയിം കൊടുക്കുക. ഓക്കെ, ഇത് നമ്മളെ ബേസിക്കലി ഇൻപുട്ട്, കമാൻഡിൻ്റെ ഇൻപുട്ട് ബാഷ് ആർസി. അപ്പം ഇവിടെ ഹെഡിൻ്റെ ഇൻപുട്ട് എന്താണ്? ഫയൽ നെയിമാണ്. അപ്പോൾ കണ്ടോ, ഇപ്പോൾ നമുക്ക് ബാഷ് ആർസി ഫയലിൻ്റെ ടോപ്പ് 5 ലൈൻസ് മാത്രമേ കാണുന്നുള്ളൂ. അത് 1, 2, 3, 4, 4th ലൈൻ എംറ്റി ആണ്, ഇങ്ങനെ 5th ലൈൻ. ഓക്കെ, ടോപ്പ് 5 ലൈൻസ് മാത്രമേ കാണുന്നുള്ളൂ. ഇത് നിങ്ങൾ ക്യാറ്റ് കമാൻഡിൻ്റെ കൂടെ യൂസ് ചെയ്യാം. ക്യാറ്റ് ഡോട്ട് ബാഷ് ആർ സി എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ബേസിക്കലി പൈപ്പ് ലൈൻ ചെയ്താൽ മതി. പൈപ്പ് ചെയ്തിട്ട് ഹെഡ് ഡാഷ് ഇൻ 5 ലൈൻസ്. ഓക്കെ, കാരണം ഇവിടെ നമുക്ക് ഇൻപുട്ട് കൊടുക്കേണ്ട, കാരണം ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? ക്യാറ്റ് കമാൻഡിൻ്റെ ഔട്ട്പുട്ടാണ് ഹെഡിൻ്റെ ഇൻപുട്ട്. പിന്നെ ഇൻപുട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് കൊടുക്കുമ്പോൾ സെയിം ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ? ക്യാറ്റ് കമാൻഡിൻ്റെ കൂടെ പൈപ്പ് എഡ്ജിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഞാൻ ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പ്രോപ്പർലി ഒരു ഫയൽ എങ്ങനെ നമുക്ക് റിവ്യൂ ചെയ്യാമെന്നും, അതായത് ലെസ് കമാൻഡ് വെച്ച് നമുക്ക് ലൈൻ ബൈ ലൈൻ എങ്ങനെ വ്യൂ ചെയ്യാമെന്നും, ഒരു ഫയലിൻ്റെ ഹെഡ്, അതായത് ടോപ്പ് സെക്ഷൻ എങ്ങനെ നമുക്ക് ആവശ്യമുള്ള ടോപ്പ് സെക്ഷൻസ് മാത്രം എങ്ങനെ വ്യൂ ചെയ്യാമെന്ന് നിങ്ങൾ കണ്ടു. ഇതേപോലെ ഫയലിൻ്റെ ബോട്ടം സൈഡും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെയിൽ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. ടെയിൽ. ഓക്കെ, തലയും വാലും. ഓക്കെ, അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ ടെയിലിന് സെയിം ഇത് തന്നെയാണ്. എനിക്ക് അവസാനമുള്ള 5 ലൈൻസ് മാത്രം കണ്ടാൽ മതി. ഓക്കെ, അങ്ങനെ ഡോട്ട് ബാഷ് ആർ സി കൊടുത്താൽ മതി. ലാസ്റ്റിൽ 5 ലൈൻസ് കാണണ്ട. 1, 2, 3, 4, 5 ലാസ്റ്റിൽ 5 ലൈൻസ് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ സോഴ്സ് കോഡ് ഫയൽസ് ഒരിക്കലും നമ്മളിങ്ങനെ യൂസ് ചെയ്യാറില്ല. ബേസിക്കലി ലോഗ് ഫയൽസ്, കോൺഫിഗറേഷൻ ഫയൽസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ടെയിൽ ഹെഡ് എന്ന് പറയുന്ന കമാൻഡ്സ് ഉപയോഗിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ടെയിൽ എന്ന് പറയുന്ന കമാൻഡ് യൂഷ്വലി ഞാൻ യൂസ് ചെയ്ത് കണ്ടത് ഈ ലോഗ് ഫയൽസ് റിയൽ ടൈമിൽ, അതായത് നിങ്ങൾ ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ആ പ്രോഗ്രാം ഒരു ലോഗ് ഫയലിലോട്ട് റിയൽ ടൈമിൽ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ലോഗ് ഫയൽ നിങ്ങൾക്ക് അത് റൈറ്റ് ചെയ്യുന്ന അപ്പം തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ, അതായത് പ്രോഗ്രാം റൺ ചെയ്യുന്നു, അത് ഓരോ ഇവൻ്റ് ഇങ്ങനെ ലോഗ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മൾ ടെയിൽ കമാൻഡ് യൂസ് ചെയ്യും. എന്നിട്ട് ആ പ്രോഗ്രാമിൻ്റെ ലോഗ് ഫയലിൻ്റെ പേരങ്ങ് പറഞ്ഞു കൊടുക്കും. ഓക്കെ, അത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ബേസിക്കലി എഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ടെയിൽ കമാൻഡിനുണ്ട്. ഓക്കെ, ഡാഷ് എഫ് എന്ന് പറയുന്നത് ബേസിക്കലി ഫോളോ എന്ന് പറയുന്ന കമാൻഡ്, അതായത് റിയൽ ടൈമിൽ ആ ഫയലിൽ വരുന്ന ചേഞ്ചസ് ഫോളോ ചെയ്യുക. ഓക്കെ, അതിനുവേണ്ടി ഡാഷ് എൻ കൊടുക്കുക. ബേസിക്കലി നമ്മളൊരു 10 ലൈൻസൊക്കെ കൊടുത്തിട്ട് ഡാഷ് എഫ്, എന്നിട്ട് ലോഗ് ഫയൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഏത് ഫയലാണോ നിങ്ങൾക്ക് വാച്ച് ചെയ്യേണ്ടത് ആ ഫയലിൻ്റെ പേര് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഫയലിൽ വരുന്ന ഓരോ ലൈനും ഇങ്ങനെ ലൈവായിട്ട് പ്രിൻ്റ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനത്തെ യൂസ് കേസുകളിൽ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെയിൽ കമാൻഡ്, ഹെഡ് കമാൻഡൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബേസിക്കലി നമുക്ക് ഫയൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഫയൽ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫയൽ പ്രോപ്പർലി ഒരു കുറച്ചുകൂടെ ബെറ്റർ വേയിൽ നമുക്ക് ഫയൽ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേജർ കമാൻഡ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് ലെസ് കമാൻഡ്, ടെയിൽ കമാൻഡ്, ഹെഡ് കമാൻഡ്. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ജസ്റ്റ് ഫയൽ കണ്ടാൽ മതിയെങ്കിൽ ക്യാറ്റ് കമാൻഡും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്യാറ്റ് കമാൻഡ് പറഞ്ഞപ്പോൾ ക്യാറ്റ് കമാൻഡിന് ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉള്ള കമാൻഡ്സുകളുണ്ട്. അതായത് നിങ്ങൾ ക്യാറ്റ് എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തിട്ട്, ഓക്കെ, ഞാൻ ഒരു ചെറിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാ സ്ഥലവും എടുത്തു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തതാണ്. ക്യാറ്റ് ഫ്രൂട്ട്സ്. ഓക്കെ, നിങ്ങൾ 3 ഫ്രൂട്ട്സിൻ്റെ പേര് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ ക്യാറ്റ് എന്ന് പറയുന്ന കമാൻഡ് ബേസിക്കലി ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഫയലിൻ്റെ കണ്ടൻസ് ലൈൻ ബൈ ലൈൻ അത് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിൽ കൊണ്ട് കാണിക്കും. ഓക്കെ, ഈ ക്യാറ്റ് എന്ന് പറയുന്ന കമാൻഡ് നിങ്ങളൊന്ന് തിരിച്ച് വായിച്ചാൽ എങ്ങനെ ഇരിക്കും? TAC അല്ലേ, ടാക്ക് എന്ന് പറയുന്ന ഒരു കമാൻഡും ഉണ്ട്. അതായത് ക്യാറ്റ് കമാൻഡിനെ തിരിച്ച് എഴുതി കഴിഞ്ഞാൽ ടാക്ക് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്. ഓക്കെ, ടാക്ക് എന്ന് പറയുന്ന കമാൻഡ് ബേസിക്കലി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ക്യാറ്റ് കമാൻഡ് ചെയ്യുന്ന അതുപോലെ തന്നെയാണ് അതും ചെയ്യുന്നത്. പക്ഷേ അത് വെർട്ടിക്കലി റിവേഴ്സ് ഓർഡറിലായിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. അതായത് ആപ്പിൾ മാംഗോ ഓറഞ്ചിന് ഓറഞ്ച് മാംഗോ ആപ്പിൾ എന്ന് പറഞ്ഞായിരിക്കും അത് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നത്. ടാക്ക് fruit.txt എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഔട്ട്പുട്ട് കാണാൻ പറ്റും ഓറഞ്ച് മാംഗോ ആപ്പിൾ. അതായത് വെർട്ടിക്കലി റിവേഴ്സ് ഓർഡറിലാണ്
അത് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് REV എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്. അത് ബേസിക്കലി റിവേഴ്സ് എന്ന് പറയുന്ന ഈ റിവേഴ്സ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ റോ വൈസിൽ ഇത് നിങ്ങളുടെ ഓരോ ലൈന് റിവേഴ്സ് ചെയ്യും. അതായത് ആപ്പിളിനെ നേരെ തിരിച്ച്, അതായത് റിവേഴ്സ് ഓർഡറിൽ പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ആപ്പിൾ എന്ന് പറഞ്ഞാൽ വാക്കിന്. ഓക്കെ, അതാണ് ഞാൻ റോ വൈസ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഒന്ന് കണ്ടുപോകാം. ഫ്രൂട്ട്സ് കണ്ടോ, എല്ലാ ലൈനും നിങ്ങൾക്ക് ഇവിടെ റിവേഴ്സ് ഓർഡറിൽ പ്രിൻറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫയൽസ് വ്യൂ ചെയ്യാനുള്ള കമാൻഡ്സ്. കമാൻഡ് ലൈൻ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എഫിഷ്യൻറ്റ് വേയിൽ നമുക്ക് ഡാറ്റ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേജിങ് കമാൻഡ്സാണ് ഇതൊക്കെ. ഓക്കെ, നിങ്ങൾക്ക് ബേസിക്കലി ഈ കമാൻഡ്സ് എല്ലാം, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഓക്കെ ഹെഡ് എന്ന് പറയുന്ന കമാൻഡ് ആദ്യത്തെ ടോപ്പ് ലൈൻസ് മാത്രം മതിയെങ്കിൽ അത് മാത്രം ടോപ്പ് ലൈൻസ് .txt എന്ന് പറയുന്ന ഫയലിലേക്കൊക്കെ നിങ്ങൾക്ക് റൈറ്റ് ചെയ്ത് സേവ് ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ ഇതൊരു പുതിയ ഈ ടോപ്പ് 5 ലൈൻസ് മാത്രം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് വേറെ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. ഓക്കെ, അങ്ങനത്തെ യൂസ് കേസുകൾ ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് സോർട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നിങ്ങൾ ബേസിക്കലി നിങ്ങളുടെ ഡാറ്റ സോർട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഈ സോർട്ട് എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഫയലിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ചേഞ്ചൊന്നും വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ബൈ ഡീഫോൾട്ട് സോർട്ട് എന്ന് പറയുന്ന കമാൻഡ് ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും സോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ആപ്പിൾ, മാംഗോ, ഓറഞ്ച്, എ കഴിഞ്ഞിട്ടല്ലേ എം കഴിഞ്ഞിട്ടല്ലേ ഓ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഇനി ഇതെനിക്ക് റിവേഴ്സ് ഓർഡറിൽ സോർട്ട് ചെയ്യണമെങ്കിൽ -R എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. fruits.txt ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ റിവേഴ്സ് ഓർഡറിലാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് Z to A, ബൈ ഡീഫോൾട്ട് അത് A to Z അങ്ങനത്തെ ഇതിലായിരിക്കും അത് സോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്പേഴ്സ് സോർട്ട് ചെയ്യണമെങ്കിൽ സോർട്ട് -N എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് റിവേഴ്സ് ഓർഡർ ആയിരിക്കണം, പക്ഷേ നമ്പർ ആണെങ്കിൽ നിങ്ങൾ RN എന്ന് പറയുന്നത്, അതായത് റിവേഴ്സ് ഓർഡർ നമ്പർ ന്യൂമറിക്കുമാണ്, അതിനാണ് N കൊടുക്കുന്നത്. ഓക്കെ, നമുക്കതൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ക്യാറ്റ് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പേഴ്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇനി സോർട്ട് ഞാൻ വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ സോർട്ട് ഫ്രൂട്ട്സ് ഓക്കെ കണ്ടോ, നിങ്ങൾ കണ്ടോ, ഞാൻ സോർട്ട് fruit.txt എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ ഇവിടെ സോർട്ടായില്ല. കാരണം 1 കഴിഞ്ഞ് 2 ആണ് വരേണ്ടത്. പക്ഷേ അത് എന്തോ ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സോർട്ട് എന്ന് പറയുന്ന കമാൻഡ് ബൈ ഡീഫോൾട്ട് അത് ആൽഫ ന്യൂമറിക് ഓർഡറിലായിരിക്കും സോർട്ട് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് ന്യൂമറിക്കലായിട്ട് സോർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു, സോർട്ടിന് -N എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ കണ്ടോ, പ്രോപ്പർലി നമുക്ക് നമ്പറിൻ്റെ അസെൻഡിങ് ഓർഡറിൽ നമുക്ക് സോർട്ട് ചെയ്ത് കിട്ടി. ഇനി ഇത് റിവേഴ്സ് ഓർഡറിൽ സോർട്ട് ചെയ്യണമെങ്കിലോ നമുക്ക് R എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടെ കൊടുത്താൽ മതി, അല്ലെങ്കിൽ -N -R കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ കണ്ടോ, റിവേഴ്സ് ഓർഡർ ഡിസെൻഡിങ് ഓർഡറിൽ നിങ്ങൾക്ക് ഡാറ്റ പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, സോർട്ട് എന്ന് പറയുന്ന കമാൻഡിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾ LS -LH എന്ന് പറയുന്ന കമാൻഡിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് അറിയാം. അതൊക്കെ H എന്ന് പറയുന്ന ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റാണ്. -L എന്ന് പറയുന്നത് എന്താണ്, ഓക്കെ, അതായത് ലോങ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഫയൽസിൻ്റെ ഡീറ്റെയിൽസ് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ ഈ D എന്ന് പറയുന്നത് ബേസിക്കലി ഡയറക്ടറീസ് ആണ്. അതായത് ഇപ്പോൾ ബുക്ക് ഷെൽഫ് എന്ന് പറയുന്ന ഫോൾഡർ അതൊരു ഡയറക്ടറി ആണല്ലേ, അതുകൊണ്ടാണ് നീല കളറും ആയതുകൊണ്ട് നീല കളറും അതുപോലെ തന്നെ അത് ഡയറക്റ്റ് ഫോൾഡർ ആയതുകൊണ്ടാണ് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ അതിന് D എന്ന് പറയുന്ന ഒരു ലെറ്റർ കിടക്കുന്നത്. പിന്നെ റീഡ് റൈറ്റ് എക്സിക്യൂട്ട് അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ സൈസ് അത് ഏത് യൂസറിനാണ് കിടക്കുന്നത് അങ്ങനെയൊക്കെ, പിന്നെ അത് ഏത് ടൈമിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് കണ്ടോ, ഇതൊരു ഫയലാണ്, അതുകൊണ്ടാണ് ഇതിന് ഡാഷ് കിടക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ. ഓക്കെ, അപ്പോൾ ഇതിന് നിങ്ങളെ സോർട്ട് എന്ന് പറയുന്ന കമാൻഡിന് നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് ഉണ്ടല്ലോ, ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഇതിപ്പോൾ ഓരോ കോളമാണ്. അതായത് ഈ ഇത്രയും വാല്യൂ ഒരു കോളം, ഇത്രയും വാല്യൂ ഒരു കോളം, ഇത്രയും ഒരു കോളം, ഇത്രയും ഒരു കോളം, ഇത്രയും ഒരു കോളം, അങ്ങനെ. ഓക്കെ, അപ്പോൾ ഈ ഓരോ കോളത്തിനനുസരിച്ച് നിങ്ങൾക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനൊക്കെ ഉള്ള ഓപ്ഷൻസ്
നിങ്ങൾ സോർട്ട് എന്ന് പറയുന്ന കമാൻഡിൻ്റെ മാൻ പേജിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾ പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, അത് നിങ്ങൾക്കൊരു അസൈൻമെൻ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മൾ ഇങ്ങനത്തെ ഈ റിസൾട്ടുകൾക്കാണ്, അതായത് ലാർജർ ഫയൽസ് ആദ്യം കാണിക്കുക, സ്മാളർ ഫയൽസ് പിന്നീട് കാണിക്കുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സോർട്ട് എന്ന് പറയുന്ന കമാൻഡ് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അത്ര റിഗറസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇങ്ങനത്തെ ഇതേപോലെയുള്ള കേസുകളിലാണ് നമ്മൾ സോർട്ട് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മാൻ പേജ് വായിച്ചാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അത് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.